മോഡേൺ ഇന്ത്യയുടെ സിലബസ് എന്തൊക്കെയാ പറഞ്ഞേ? അങ്ങനെയല്ലടാ, ബേസിക്കലി നമ്മൾ നോക്കുന്ന ടോപ്പിക് ആദ്യം സിഗ്നിഫിക്കന്റ് ഇവന്റ്, പേഴ്സണാലിറ്റീസ്, ഇഷ്യൂസ്, പിന്നെ ഫ്രീഡം സ്ട്രഗിളിൽ കോൺട്രിബ്യൂട്ടേഴ്സ്, കോൺട്രിബ്യൂഷൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ സിഗ്നിഫിക്കന്റ് ഇവന്റ്, പേഴ്സണാലിറ്റീസ്, ഇഷ്യൂസ്, പിന്നെ ഫ്രീഡം സ്ട്രഗിൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺട്രിബ്യൂട്ടേഴ്സ്, കോൺട്രിബ്യൂഷൻസ്, സ്റ്റേജസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമ്മളിത് പഠിക്കുന്ന സമയത്ത് 1750 ശേഷമുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 1750 മുന്നേ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി നോക്കണം. ഇപ്പം 1750 നമ്മൾ ഈ 1750 എന്ന് പറയുമ്പോൾ അതിൽ ഇവന്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു പെർട്ടിക്കുലർ ഇവന്റ് ആകണമെന്നില്ല. ചിലപ്പോൾ ഒരു വലിയ പ്രോസസ്സിനെയും അവർ ഇവന്റ് ആയിട്ട് എടുക്കാറുണ്ട്. ഇപ്പൊ 1750s, അറൌണ്ട് 1750s ഇന്ത്യയുടെ കണ്ടീഷൻ എന്താ? നല്ല അവസ്ഥയിലാണോ മോശാവസ്ഥയിലാണോ? മോശാവസ്ഥയിലാണ്. അപ്പം ഈ സമയത്തുള്ള ഒരു പ്രോസസ് ഒന്ന് ഓർക്കുക, പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ. ഇതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഇവന്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഒക്കറൻസ് ആകണമെന്നില്ല, അതൊരു പ്രോസസ്സും ആകാം. ഇപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം ഉണ്ടായിരുന്നില്ല, ഫ്രാഗ്മെന്റഡ് പൊളിറ്റിയുടെ സ്പെക്ട്ര എങ്ങനെയാണ്? ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടില്ലേ നിങ്ങളെ കൊണ്ട്? ഹൗ ദി മിഡ് 18th ഹൗ ദി ഫ്രാഗ്മെന്റഡ് പൊളിറ്റി ഓഫ് മിഡ് 18th സെഞ്ചുറി ക്രിയേറ്റഡ് എ സ്പെക്ട്ര എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് 18ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷന്റെ ദുരിതങ്ങളെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 2017 അല്ല 2018. അപ്പം ഈ സമയത്തുള്ള ഇന്ത്യയുടെ ഒരു മാപ്പിനെ പറ്റി ഒരു ധാരണ വേണം. ഒന്ന് വേഗം വരച്ചു നോക്കിയേ. അതായത് മുഗൾസ് ഡിക്ലൈൻ ചെയ്യുന്നു. മുഗൾസ് ഇന്ത്യ മൊത്തം ഭരിച്ചിരുന്നു. അപ്പൊ ഡിക്ലൈൻ ഓഫ് മുഗൾ. അത് 1707 മുതൽ തുടങ്ങുന്ന പ്രോസസ്സാണ്. ഔറംഗസീബിന്റെ ഡെത്ത് മുതൽ മുഗൾസിന്റെ ഡിക്ലൈൻ തുടങ്ങുന്നുണ്ട്. അപ്പം മുഗൾസ് മൊത്തം ഇന്ത്യ ഭരിച്ചതിൽ നിന്ന് മാറിയിട്ട് എന്തുണ്ടാകുകയാണ്? ഓൾ ഇന്ത്യ എംപയർ മാറിയിട്ട് റീജിയണൽ എംപയേഴ്സ് ഉണ്ടാവുന്നു. ഈ റീജിയണൽ എംപയേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെയാ? സക്സസർ സ്റ്റേറ്റ്, റബല്യസ് സ്റ്റേറ്റ്, ന്യൂലി ഫോംഡ് സ്റ്റേറ്റ്. പിന്നെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാ സക്സസർ സ്റ്റേറ്റ്? ബംഗാള്, ഔദ്, ഹൈദരാബാദ്, ബംഗാള്, ഔദ്. ഇത് 3മാണ് സക്സസർ സ്റ്റേറ്റ്. റബല്യസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും മറാഠാസ് റബല്യസ് സ്റ്റേറ്റ് ആണ്. രാജ്പുട്ട്, സിഖ് റബല്യസ് സ്റ്റേറ്റ് ആണ്. പിന്നെ 1-2 കുഞ്ഞു സ്റ്റേറ്റുകൾ ഇവിടെ ഉണ്ട്. ഈ ജാട്ട്, രോഹിൽഖണ്ഡ് എന്നൊക്കെ പറയുന്ന 2 കുഞ്ഞു സ്റ്റേറ്റും കൂടി ഉണ്ട്. പിന്നെ ന്യൂലി ഫോംഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്റ്റേറ്റ് മൈസൂർ, ട്രാവൻകൂർ. അപ്പം ഇതൊരു മേജർ ഇവന്റ് ആണ്. അതായത് മുഗൾസ് ഡിക്ലൈൻ ആവുന്നു, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ വലിയ മാറ്റങ്ങൾ വരുന്നു, കുഞ്ഞു സാമ്രാജ്യങ്ങളായിട്ട് ഇന്ത്യ മാറുന്നു. നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? മറ്റേത് ഇതിന്റെ റീസൺ എന്താണ്? റീസൺ ആൻഡ് ഇമ്പാക്ട് ഒന്ന് വേഗം പറഞ്ഞു പോയ. റീസൺ എന്താ? ഒന്ന്, ഡിക്ലൈൻ ഓഫ് മുഗൾ റൂൾ തന്നെയാണ്. മുഗൾസിന്റെ ഡിക്ലൈൻ ആണ് ഇങ്ങനെ വരാനുള്ള ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടന്റ് റീസൺ എന്ന് പറയുന്നത്. പിന്നെയോ മുഗൾസിന്റെ ഡിക്ലൈന് കുറെ കാരണങ്ങളുണ്ട്. അതായത് ഔറംഗസീബിന്റെ പോളിസീസ്, റിലീജിയസ് പോളിസി, അനാവശ്യമായിട്ട് മറാഠാസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. രാജ്പുട്ടുകളായിട്ടുള്ള ബന്ധം മോശമാവുന്നു. അക്ബർ തുടങ്ങി വെച്ചതിന്റെ റിവേഴ്സൽ ഔറംഗസീബിന്റെ സമയത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ബ്ലെയിം ഔറംഗസീബിന്റെ മേലെ തന്നെയാണ് വരുന്നത്. അതല്ലാതെയോ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് കൂടുതൽ കിട്ടും. ഇപ്പൊ നമ്മൾ ചിലപ്പം ആ ഒരു പോയിന്റ് ഓർമ്മ വരില്ല, പക്ഷെ സോഷ്യലി അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് ആ പോയിന്റ് ഓർമ്മ വരും.
അങ്ങനെ ചിന്തിച്ചാൽ കൂടുതൽ നമുക്ക് പോയിന്റ്സ് കിട്ടാൻ എളുപ്പമാണെന്നുള്ളതാ. ശരിക്കും ഡിക്ലൈൻ ഓഫ് മുഗൾസിനും ബ്രിട്ടീഷുകാരായിട്ട് വലിയ ബന്ധമൊന്നുമില്ലടാ. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് വന്നിട്ട് ആദ്യമായിട്ട് ഒരു യുദ്ധം ജയിക്കുന്ന 1757 അപ്പോഴേക്കും മുഗൾസ് ഓൾറെഡി ഡിക്ലൈൻ ആയിരുന്നു. മുഗൾസ് ഡിക്ലൈൻ ആയിട്ടുള്ളതിന് നമുക്ക് ലോങ് ഡ്രോൺ ഔട്ട് പ്രോസസ് ഉണ്ട്, ഷോർട്ട് ടൈം റീസൺസും ഉണ്ട്. ലോങ് ഡ്രോൺ ഔട്ട് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന്, ഇവർക്കൊരു ക്ലിയർ റൂൾ ഓഫ് സക്സഷൻ ഇല്ല. അപ്പൊ എപ്പോഴും രാജാവ് മരിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ പ്രശ്നങ്ങൾ വരും. അപ്പൊ റീസൺസിൽ ഒന്ന്, നോ ക്ലിയർ റൂൾ ഓഫ് സക്സഷൻ. ഇതാണ് ഏറ്റവും പണ്ട് മുതലുള്ള മെയിൻ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഔറംഗസീബിന്റെ മേലെ നമുക്ക് ബ്ലെയിം ഇടാം. ഔറംഗസീബിന്റെ കുറെ പോളിസീസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ ആയിട്ടുണ്ട്. റിലീജിയസ് ആയിട്ടുള്ളതുണ്ട്, രാജ്പുട്ടുകളായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ആ ആ രാജ്പുട്ടുകളായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാത്തത്, ഇതൊക്കെ എന്നിട്ട് ഇത് ഫുള്ള് നമുക്ക് കിട്ടുമോ? അങ്ങനെ കിട്ടും. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഔറംഗസീബിന് മരണത്തിന് ശേഷം, അപ്പൊ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ചിന്തിച്ചാൽ മതി. ആദ്യം മുതലേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഔറംഗസീബിന്റെ കാലഘട്ടത്തിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അത് കഴിയുമ്പോഴുള്ള ഫീച്ചേഴ്സ് എന്താണ്? ഇല്ലടാ, ഞാൻ പറഞ്ഞുതരാം. ഔറംഗസീബിന് ശേഷമുള്ള പ്രശ്നങ്ങൾ, ആദ്യത്തെ പ്രശ്നം നോ കേപ്പബിൾ സക്സസേഴ്സ്, അല്ലെങ്കിൽ നോ കേപ്പബിൾ റൂളേഴ്സ്. റൂളേഴ്സിന്റെ കേപ്പബിലിറ്റി കുറഞ്ഞു. ഔറംഗസീബാണ് ഏറ്റവും അവസാനത്തെ മൈറ്റി റൂളർ. അത് രണ്ടും വേറെ വേറെ പോയിന്റ്. അവിടെ ക്ലിയർ റൂൾ ഓഫ് സക്സഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അടുത്ത ആള് നല്ലതായിരുന്നു. ഇവിടെ ആളെ നല്ലതല്ല. നോ കേപ്പബിൾ റൂളർ ആഫ്റ്റർ ഔറംഗസീബ്. ഔറംഗസീബിന് ശേഷം ഒരൊറ്റ നല്ല റൂളറിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം സ്ട്രക്ചേർഡ് ആയിട്ട് ചിന്തിക്കുക, ടൈം ലൈനിൽ ചിന്തിക്കുക, അപ്പം ഓരോ കാലഘട്ടത്തിനും പോയിന്റ് മനസ്സിലാവും. ഇനി ഈ നോ കേപ്പബിൾ റൂളർ, ഈ റൂളേഴ്സ് കേപ്പബിൾ അല്ലാതായതോട് കൂടിയിട്ടുണ്ടായ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് റൈസ് ഓഫ് നൊബിലിറ്റി. രാജാവ് മാത്രമാണ് ശരിക്കും ഭരണത്തിൽ എന്തെങ്കിലും പറയാൻ പാടുള്ളൂ. അതിനപ്പുറത്തോട്ട് നോബിൾസ്, അതായത് അദ്ദേഹത്തിന്റെ മിനിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കുറെ ആളുകളുടെ ഡോമിനൻസ് കയറി വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, രണ്ട് മൂന്ന് എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ, സുൽഫീഖർ ഖാൻ എന്ന് പറയുന്ന ഒരാള്, ബഹദൂർ ഷായുടെ സമയമായപ്പോഴേക്കും സുൽഫീഖർ ഖാൻ എന്ന് പറയുന്ന ആള്, പിന്നെ അതിനുശേഷം സയ്യിദ് ബ്രദേഴ്സ്, ഇവരെല്ലാവരും അതിന് എക്സാമ്പിൾ ആണ്. ഇവർ അനാവശ്യമായിട്ട് ഭരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നോബിൾസും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഉണ്ടായ വേറൊരു ഇഷ്യൂ ആണ് അഗ്രേറിയൻ ക്രൈസിസ്. അനാവശ്യമായിട്ട് ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് റവന്യൂ കൂടുതൽ കളക്ട് ചെയ്ത് തുടങ്ങി. അത് ഫാർമേഴ്സിന്റെ ഇടയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ അതേപോലെ തന്നെ ഈ സമയത്ത് ഉണ്ടാകുന്ന വേറൊരു കാര്യം, മുഗൾസ് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് തുടങ്ങിയല്ലോ, നോബിൾസിന്റെ പവർ കൂടി. അപ്പൊ ആ സമയത്ത് റൈസ് ഓഫ് സക്സസർ സ്റ്റേറ്റ്. കുറച്ച് നോബിൾസ് എന്ത് ചെയ്തു, മിനിസ്റ്റർ ആകാനും അങ്ങനെയൊക്കെ ശ്രമിച്ചപ്പോൾ വേറെ കുറച്ച് നോബിൾസ് എന്ത് ചെയ്തു, സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കിങ്ഡംസ് ഉണ്ടാക്കി. ഇപ്പൊ റൈസ് ഓഫ് സക്സസർ സ്റ്റേറ്റ്. ഇനി ഈ സമയത്ത് അപ്പൊ മുഗൾസിന്റെ ഡിക്ലൈൻ തുടങ്ങി. ഇനി മുഗൾസിന്റെ ഡിക്ലൈൻ കൂട്ടുന്ന ഒരു സംഭവമാണ് റൈസ് ഓഫ് മറാഠാസ്. മറാഠാസ് മുഗൾസിനെയും ബാക്കിയുള്ള ആളുകളെയും തോൽപ്പിച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സാമ്രാജ്യമായിട്ട് മാറുന്നു. അതിന്റെ ഇടയിൽ നടക്കുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ഇൻസിഡൻസ് ആണ് ഫോറിൻ ഇൻവേഷൻസ്. ഏതൊക്കെയാ മേജർ ആയിട്ടുള്ള ഫോറിൻ ഇൻവേഷൻസ്? ഒന്ന് അഹമ്മദ് ഷാ അബ്ദാലിയുടെ, പിന്നെ നാദിർ ഷായുടെ. അപ്പം ഇങ്ങനെയുള്ള കുറെ ഫോറിൻ ഇൻവേഷൻസ് ഉണ്ടാവുന്നു. ഇതെല്ലാം ഒന്ന് ടൈം ലൈനിൽ കണക്ട് ചെയ്ത് ചിന്തിച്ച് പഠിച്ചാൽ മതി. ഒരു കഥ പോലെ, ഇത് കാരണം ഇത് വരുന്നു, ഇത് കാരണം ഇത് വരുന്നു, ഇത് കാരണം ഇത് വരുന്നു, അങ്ങനെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം മറന്നു പോകും. ഇതൊക്കെയാണ് ഫ്രാഗ്മെന്റഡ് പൊളിറ്റിയുടെ റീസൺസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് ഇമ്പാക്റ്റ് ആണ്. നീങ്ങുന്നില്ലല്ലോടാ? ആ, ഇമ്പാക്റ്റ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? 18th സെഞ്ചുറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പറയാറുണ്ട്, ചില കാലഘട്ടങ്ങൾ നല്ല കാലഘട്ടങ്ങളാണ്, ചില കാലഘട്ടങ്ങൾ മോശം കാലഘട്ടങ്ങളാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മിഡീവൽ പീരീഡ്, ഹർഷ മരിച്ചതിന് ശേഷവും ഡൽഹി സുൽത്താനായിട്ട് ഫോം ചെയ്യപ്പെടുന്നതിന് മുന്നേ ഉള്ള ആ ഒരു കാലഘട്ടം, 500 വർഷത്തോളം, അതിനെ നമ്മൾ ഡാർക്ക് ഏജ് എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ 18th സെഞ്ചുറി ഇന്ത്യനെയും ഇതേപോലെ തന്നെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കാറുണ്ട്. അതായത് ആ ഒരു സെഞ്ചുറി വളരെ മോശം കാലഘട്ടമായിരിക്കും. അപ്പൊ ഇതൊരു ഡാർക്ക് ഏജ് ആണ്. ഡാർക്ക് ഏജ് എന്ന് പറയുമ്പോഴേക്കും ദർ വിൽ ബി സോഷ്യോ എക്കണോമിക്
കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിക്ലൈൻ. എല്ലാ രൂപത്തിലുള്ള ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ടാവും. ഏത് മേഖലയിലും ഡിക്ലൈൻ ഉണ്ടാവും. നിങ്ങൾ ഓരോ മേഖലയും എടുത്ത് ചിന്തിച്ചാൽ മതി എന്തൊക്കെ ഡിക്ലൈൻ ഉണ്ടാവും. ഇപ്പൊ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ വീണ്ടും എന്തൊക്കെ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും? ഇതൊക്കെ നിങ്ങൾ വേഗം പറയേണ്ട കാര്യങ്ങളാണ്. ഒരു സൊസൈറ്റി നമ്മൾ മെയിൻസ് ആൻസർ എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓരോ വേർഡിനെയും ഇലാബറേറ്റ് ചെയ്ത് കമ്പോണൻസ് ആക്കാൻ പറ്റണം. അപ്പം ആ ഓരോ കമ്പോണന്റ് വെച്ച് ചിന്തിച്ചിട്ട് നമുക്ക് കൂടുതൽ പോയിന്റ് എഴുതാൻ പറ്റും. ഇപ്പൊ സൊസൈറ്റി എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും ആദ്യം വരേണ്ട കാര്യങ്ങൾ വർണ്ണ സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം, ജെൻഡർ ഒക്കെയാണ്. ഇത് മൂന്നുമെങ്കിലും മിനിമം വരണം. പിന്നെ ജനറൽ ആയിട്ടുള്ള കൾച്ചർ, ഇത്രയും കാര്യങ്ങൾ വരണം. കൾച്ചറൽ പ്രാക്ടീസസ് വരണം. ഇപ്പൊ കാസ്റ്റ് സിസ്റ്റം വളരെ മോശം അവസ്ഥയാണ്. ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം ഈ ഒരു സമയത്ത്. ഭ്രാന്താലയം, ഇപ്പൊ ശ്രീനാരായണ ഗുരു ഒക്കെ വരുന്നതിന് മുന്നേയുള്ള കേരളത്തിന്റെ അവസ്ഥ, അൺടച്ചബിലിറ്റി, ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ജെൻഡറിലോ, സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലോ, അതായത് ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, സ്ത്രീ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത് ചിന്തിച്ചാൽ മതി. ഫീമെയിൽ ഫൈറ്റിസൈഡ്, ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, ഏർലി മാരേജ്, ഏർലി പ്രഗ്നൻസി, സതി, നോ വിഡോ റീമാരേജ്, നോ ഇൻഹെറിറ്റൻസ് റൈറ്റ്സ്, നോ ഫീമെയിൽ എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഉണ്ട്. ഒരു പെൺകുട്ടി ജനിക്കുന്നത് പോലെ മരിക്കുന്നത് വരെ നിങ്ങളുടെ ലൈഫ് വെച്ച് ചിന്തിച്ചാൽ മതി. നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ് ഈ കാലഘട്ടത്തിൽ ജനിച്ചതുകൊണ്ട്. ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജും ഇല്ല. അപ്പൊ അതെല്ലാം അന്നത്തെ സോഷ്യൽ ഇഷ്യൂടെ ഭാഗമാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്. ഇപ്പൊ സൊസൈറ്റിയിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അങ്ങനെ ഡിവൈഡ് ചെയ്യണേ. കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കണം. വിമന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കണം. റിലീജിയൻ ഉണ്ടെങ്കിൽ റിലീജിയന്റെ ഇഷ്യൂസ് നോക്കാം. പിന്നെ ഞാൻ എന്താ വേറെ പറഞ്ഞേ? കാസ്റ്റ്, വിമൻ, റിലീജിയൻ, പിന്നെന്തായിരുന്നു? വിമൻ. കൾച്ചറൽ പ്രാക്ടീസസും പറയാം. സതി, അങ്ങനെയുള്ള കുറെ കൾച്ചറൽ പ്രാക്ടീസസ് മോശമാണ്. പോളിഗമി. വർണ്ണ സിസ്റ്റം കാസ്റ്റ് സിസ്റ്റം ആയിട്ട് മാറിയല്ലോ. വർണ്ണ സിസ്റ്റം ഉണ്ട്, പക്ഷെ ഇവിടെ വർണ്ണ സിസ്റ്റത്തിന് ഏൻഷ്യൻ ഇന്ത്യയിൽ റെലവൻസ് ഉണ്ട്. പക്ഷെ മിഡീവലൊക്കെ ആയപ്പോഴേക്കും വർണ്ണ സിസ്റ്റം ഗേവ് വേ ടു കാസ്റ്റ് സിസ്റ്റം. വർണ്ണ സിസ്റ്റത്തിൽ നിന്ന് കാസ്റ്റ് സിസ്റ്റമായി മാറി. ഇപ്പൊ എപ്പോഴും സോഷ്യൽ ലൈഫ്, സോഷ്യൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിന്തിച്ചെഴുതുക എന്നുള്ളതാണ്. ഈ അർബനൈസേഷൻ ഒക്കെ ഒരു സോഷ്യൽ സാധനമാണ്. നിങ്ങൾ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ടോപ്പിക് പഠിച്ചിട്ടില്ലേ? അപ്പൊ അതില് ഈവൻ ഇന്ത്യൻ സൊസൈറ്റിയുടെ സിലബസ് ചിന്തിച്ചാൽ മതി. ഇന്ത്യൻ സൊസൈറ്റിയുടെ സിലബസിൽ എന്തൊക്കെയാണുള്ളത്? അർബനൈസേഷൻ, കമ്മ്യൂണലിസം, റീജിയണലിസം, റോൾ ഓഫ് വിമൻ, ആ സാധനങ്ങളൊക്കെ തന്നെ. അത് ഓരോ പാരാമീറ്ററും എടുത്ത് ആലോചിച്ച പോയാൽ മതി. നമ്മൾ മെയിൻസ് ശരിക്കും ഇങ്ങനെയാട്ടോ പഠിക്കല്. നമ്മളിപ്പോ എല്ലാ പോയിന്റും, ഇപ്പം ഒരു സാധനത്തിന് 10 പോയിന്റ് ഉണ്ട്, നമ്മളിങ്ങനെ ഈ 10 പോയിന്റ് ഓർത്തു വെക്കും. അപ്പൊ നമ്മുടെ തോട്ട് സ്ട്രക്ചേർഡ് ആകണം. അതല്ലാതെ നമ്മളിത് ഇങ്ങനെ 10 പോയിന്റും കാണാതെ പഠിക്കും. ഇപ്പൊ ചില ആളുകൾ 10 പോയിന്റ് ഓരോ പോയിന്റിന് ഇങ്ങനെ കോഡിട്ടൊക്കെ പഠിക്കും. അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മളൊരു സാധനത്തിന് എന്തൊക്കെയാണ് അതിന്റെ മൈക്രോ കമ്പോണൻസ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഓരോ കമ്പോണന്റിലും എന്തൊക്കെ സംഭവിച്ചു എന്ന് ചിന്തിക്കുക. അപ്പൊ എല്ലാ പോയിന്റും കിട്ടും. പഠിക്കുമ്പോൾ സ്ട്രക്ചേർഡ് ആയി കഴിയുമ്പോഴേക്കും എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുമ്പോഴും സ്ട്രക്ചേർഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വേഗമായി, ഒരു ഭംഗിയില്ലാതെ, ഒരു ഫ്ലോ ഇല്ലാതെ ഒക്കെ എഴുതി വെക്കും. എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാൻ നോക്കുക. അപ്പം ഇതാണ് സോഷ്യൽ ഡിക്ലൈന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി എക്കണോമിക് ഡിക്ലൈന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പറയാം? ട്രേഡ് ആൻഡ് കൊമേഴ്സിന് എന്ത് പറ്റി? ട്രേഡ് കുറഞ്ഞു. എന്തുകൊണ്ടാണ് ട്രേഡ് കുറയുന്നത്? റീജിയണൽ ആയിട്ടുള്ള ബാരിയേഴ്സ് വന്നു. ഇപ്പൊ ഒരു ട്രേഡർ കടന്നു പോകുമ്പോഴേക്കും അയാൾക്ക് വളരെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും പോകാൻ പറ്റണം. റീജിയണൽ ബൗണ്ടറീസ് വരുമ്പം ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തോട്ട് ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ ഡിഫിക്കൽട്ടാണ് അത്. പക്ഷെ ഇന്ത്യ മൊത്തത്തിൽ ഒരാൾ ഭരിക്കുകയാണെങ്കിൽ ട്രേഡ് എളുപ്പമാണ്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സമയത്ത് പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് കൂടുന്നുണ്ട്. അപ്പൊ ട്രേഡ് സേഫ് അല്ല. മിക്ക ട്രേഡ് റൂട്ടും ഡിസ്റപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ പേർഷ്യൻ ഇൻവേഷനും അഫ്ഗാൻ ഇൻവേഷനൊക്കെ നടക്കുന്നത് കൊണ്ട് ലാഹോർ എന്നൊക്കെ പറയുന്ന ടൗൺ തന്നെ ഇല്ലാതായി. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കുറെ അർബൻ ടൗണുകൾ ഇല്ലാതായി. അർബനൈസേഷൻ കുറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ വലിയൊരു അഗ്രേറിയൻ ക്രൈസിസ്. അഗ്രേറിയൻ ക്രൈസിസ് വരാൻ കാരണം മുഗൾ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സുൽത്താൻ ഉണ്ട്. സുൽത്താൻ റവന്യൂ കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാ? കാലിസ എന്ന് പറയുന്ന ലാൻഡിൽ നിന്നാണ് സുൽത്താൻ റവന്യൂ കളക്ട് ചെയ്യുന്നത്. ഈ കാലിസയുടെ പുറത്തുള്ള ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ വിളിക്കുന്നത് ജാഗിർ എന്നാണ്. ജാഗിർ. ഈ ജാഗിറുകൾ ആരുടെ കൊടുക്കും? നോബിൾസിന്റെ കൊടുക്കും. നോബിൾസ് അല്ലെങ്കിൽ ജാഗിർദാർ എന്ന് വിളിക്കും. ഈ നോബിൾസ് ജാഗിറിൽ നിന്ന് സ്വന്തമായിട്ട് റവന്യൂ കളക്ട് ചെയ്യില്ല. പകരം ജാഗിറിൽ നിന്ന് റവന്യൂ കളക്ട് ചെയ്ത് കൊടുക്കുന്നത് ജമീന്ദാറാണ്.
ജമീന്ദാർ റവന്യൂ കളക്ട് ചെയ്യുന്നത് ആരുടെ കയ്യിൽ നിന്നാ? ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്നാ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇത്രയും ആളുകളുണ്ട്. അപ്പൊ ഫാർമറിന്റെ കയ്യിൽ നിന്ന് ജമീന്ദാർക്ക് വലിയ എമൗണ്ട് എടുക്കും, അതിന്റെ ഒരു ഭാഗം നോബിൾസിന് കൊടുക്കും, നോബിൾസ് കൈകാര്യം ചെയ്യും. അപ്പൊ ഇതിന്റെ പ്രഷർ എല്ലാം വരുന്നത് ഫാർമേഴ്സിന്റെ മേലെയാണ്. അപ്പൊ ഫാർമേഴ്സിന്റെ കാര്യത്തിലൊരു തീരുമാനമായി, ഭയങ്കര റെന്റ് ഭയങ്കര കൂടുതലായി മാറുന്നുണ്ട്. ഇതൊരു അഗ്രേറിയൻ ക്രൈസിസിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഒരു അഗ്രേറിയൻ ക്രൈസിസ്. അപ്പൊ ട്രേഡ് നമ്മൾ നോക്കി, അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, ട്രേഡ്, സർവീസ് സെക്ടർ, അങ്ങനെ ചിന്തിച്ചാൽ മതി എക്കണോമി എന്ന് പറയുമ്പോഴേക്കും. അപ്പൊ എല്ലാ മേഖലയിലെയും പ്രശ്നം നമ്മൾ ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എക്കണോമിക് ക്രൈസിസ് പറഞ്ഞു. ഇനി കൾച്ചറൽ ഇഷ്യൂ എന്ന് പറയുമ്പോഴേക്കും എന്ത് ചിന്തിക്കണം? ആർട്ട്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ്, പെയിന്റിങ്. ഈ ഔറംഗസീബിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാക്കിയേക്കുന്ന വലിയൊരു ആർക്കിടെക്ചർ പറഞ്ഞേ, നിങ്ങൾക്കറിയാവുന്ന. ഓ, ഡിക്ലൈൻ അല്ലേടാ, ഇല്ലാത്തത് കൊണ്ടാ. നിങ്ങൾ കേൾക്കാത്തത് ഇല്ലാത്തത് കൊണ്ടാ. ഇപ്പൊ താജ്മഹൽ, അല്ലെങ്കിൽ റെഡ് ഫോർട്ട്, അല്ലെങ്കിൽ കുത്തബ് മിനാർ, ഇതേപോലത്തെ സാധനങ്ങളൊന്നും ആരും പണിയുന്നില്ല. റീജിയണൽ ആയിട്ടുള്ള എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, പക്ഷെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ആർക്കിടെക്ചറിൽ ഒന്നുമില്ല. മുഗൾ പെയിന്റിങ്സ് ഡിക്ലൈൻ ആയി. ലിറ്ററേച്ചറിന്റെ കാര്യത്തിൽ ശരിക്കും ഗ്രോത്താ വരുന്നത്. ലിറ്ററേച്ചറിന്റെ കാര്യത്തിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ലാംഗ്വേജസ് എമർജ് ചെയ്തു. കാര്യം റീജിയണൽ കിങ്ഡംസ് ഉണ്ടായപ്പോഴേക്കും ഇപ്പൊ ട്രാവൻകൂർ ഉണ്ടായി. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പാക്ട് എന്താ? മലയാളം ലാംഗ്വേജിനും മലയാളം ലിറ്ററേച്ചറിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. കഥകളി എന്ന് പറയുന്ന റീജിയണൽ ആർട്ട് ഫോം ഉണ്ടായി. അപ്പൊ റീജിയണൽ ആർട്ട് ഫോംസും റീജിയണൽ പെയിന്റിങ്സും റീജിയണൽ ആർക്കിടെക്ചർ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ പണ്ടുണ്ടായിരുന്ന ഇമ്പീരിയൽ സാധനങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, മോണുമെന്റ്സ് ഒക്കെ ഇല്ലാതായി. അപ്പൊ കൾച്ചറൽ ഡിക്ലൈൻ ആണെന്ന് പറഞ്ഞൂടെ? പൊളിറ്റിക്കൽ ഡിക്ലൈൻ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ ആണ്, പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ആണ്, ഫോറിൻ ഇൻവേഷൻസ് ഉണ്ട്, ഇന്റേണൽ പവർ ഡൈനാമിക്സ് ഉണ്ട്, ഇന്റേണൽ പവർ സ്ട്രഗിൾ ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് പൊളിറ്റിക്കൽ ഡിക്ലൈൻ ആണെന്നും പറയാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് പഠിച്ചാൽ മതി. ഓവറോൾ ഒരു ഐഡിയ വെച്ചിട്ട് സുഖമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എഴുതിയെടുക്കുന്നുണ്ടോ ഇതെല്ലാം? ഇതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു കൺസൈസ് നോട്ട് ഉണ്ടാക്കാം. നമ്മൾ വേഗം വേഗം പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന അതേ സ്ട്രക്ചറിൽ എഴുതിയെടുത്താൽ മതി. എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ തന്നെ കേട്ടോ ഡീൽ ചെയ്യേണ്ടേ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി, പിന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തോട്ടും നിങ്ങൾക്ക് അങ്ങനെ സ്ട്രക്ചർഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഈ UPSC പോയിന്റ് 3 പേജ് 2 പേജൊക്കെ എഴുതുന്ന ആളുകൾ എല്ലാവരും ഈ രീതിയിലാട്ടോ പഠിക്കുന്നത്. അതുകൊണ്ട് നല്ല സബ് ഹെഡിങ് ഒക്കെ കൊടുത്ത് എഴുതാനും പറ്റും. അല്ലെങ്കിൽ വളരെ സ്കാറ്റേർഡ് ആയിട്ട് പോയിന്റും കിട്ടാതെ അങ്ങനെയൊക്കെ ഇരുന്ന് പോകും. നമുക്ക് പലപ്പോഴും പോയിന്റ് കുറെ ഉണ്ടാവും, പക്ഷെ ഇത് എന്താണെന്ന് മനസ്സിലാവണ്ടേ? സൊസൈറ്റി എന്താണെന്ന് അറിയാതെ എങ്ങനെയാ സോഷ്യൽ ലൈഫിന്റെ പോയിന്റ് എഴുതുക? അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതാണ് 1750 നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ 1750s ഒരു 1750s ശേഷം നടക്കുന്ന ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. സിഗ്നിഫിക്കന്റ് ഇവന്റ് ആണെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ 1750 ശേഷം നടക്കുന്ന. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. പിന്നെയോ 1761 ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. എത്രാമത്തെ ബാറ്റിൽ? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഇനി ഈ ബാറ്റിൽ ഓഫ് പ്ലാസി ആരൊക്കെ തമ്മിലാണ് യുദ്ധം ഉണ്ടാകുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേഴ്സസ് സിറാജുദ്ദൗള, അതായത് ബംഗോളും. കാരണങ്ങൾ എന്തൊക്കെയാ? കാരണം ചിന്തിക്കുമ്പോഴേ നമ്മൾ രണ്ടാളുകളുടെയും പെർസ്പെക്റ്റീവ് ചിന്തിക്കാൻ ശ്രമിക്കുക. ബ്രിട്ടീഷുകാർ യുദ്ധത്തിന് വരാനുള്ള കാരണങ്ങൾ എന്താണ്? സിറാജ് യുദ്ധത്തിന് വരാനുള്ള കാരണം എന്താണ്? അപ്പൊ നമുക്ക് അങ്ങനെയുള്ള രൂപത്തിലുള്ള എല്ലാ പോയിന്റും കിട്ടും. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ പെർസ്പെക്റ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാലേ, ഓൾറെഡി ഈ 1757 സമയത്ത് അവർ വേറൊരു യുദ്ധം കൂടെ നടത്തുന്നുണ്ട്. ഏതാ? ആംഗ്ലോ ഫ്രഞ്ച് വാർ. അപ്പം ആംഗ്ലോ ഫ്രഞ്ച് വാറിൽ അവർക്ക് കുറെ നഷ്ടങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും രൂപത്തിൽ അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ എക്കണോമിക് ക്രൈസിസ് മാറ്റണം. അപ്പൊ അവര് നോക്കിയപ്പോഴേക്കും ഒരു സ്വർണ്ണ മുട്ടയിടുന്ന താറാവാണ് ബംഗാൾ എന്ന് പറയുന്നത്. അന്നത്തെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള പ്രൊവിൻസ് ആണ്. അപ്പൊ ബംഗാൾ കിട്ടിയാൽ പ്രശ്നങ്ങൾ തീരും. അപ്പൊ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ആംഗ്ലോ ഫ്രഞ്ച് വാറിന്റെ കോണ്ടെക്സ്റ്റിലാണ് ശരിക്കും ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാകുന്നത് തന്നെ. ഇപ്പം ആംഗ്ലോ ഫ്രഞ്ച് വാറിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? കൽക്കട്ടനെ ഫോർട്ടിഫൈ ചെയ്തു. അത് സിറാജ് ദൗളൊക്കെ പൊളിയില്ലേ? അദ്ദേഹത്തിന്റെ സോവറിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയാ.
കാര്യം ഇപ്പം അമേരിക്ക വന്നിട്ട് കേരളത്തിൽ ഒരു വലിയൊരു മിലിറ്ററി ക്യാമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പൊളിയില്ലേ, അതേപോലെ ഉള്ളൂ അത്. അപ്പം ആംഗ്ലോ ഫ്രഞ്ച് വാർ കൊണ്ട് ഉണ്ടാകുന്ന എക്കണോമിക് ഇഷ്യൂസും ആംഗ്ലോ ഫ്രഞ്ച് വാറിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഈ ഫോർട്ടിഫിക്കേഷൻ റീസൺ ആണ്. പിന്നെ അതേപോലെ തന്നെ സിറാജ് ദൗളയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മറ്റേ എന്താ അതിന് പറയാ, ദസ്തക്ക് ദസ്തക്കിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രശ്നം, സിറാജിന്റെ പ്രശ്നം. എന്ത് ഈ ദസ്തക്ക് എന്ന് പറഞ്ഞാല്, ടാക്സ് ഇല്ലാതെ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു പാസ് ഉണ്ട്. ആ പാസ് ഈ പറയുന്ന ടോൾ പ്ലാസയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണിച്ചാൽ മതി. അപ്പം ടാക്സ് അടക്കാതെ കടന്നു പോകാൻ പറ്റും. പക്ഷെ അത് കൊടുത്തേക്കുന്നത് ബ്രിട്ടീഷ് എംപയറിനാ കൊടുത്തേക്കുന്നത്, ബ്രിട്ടീഷ് സ്റ്റേറ്റിനാ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിക്കാ കൊടുത്തേക്കുന്നത്. പക്ഷെ കമ്പനിയുടെ ഓഫീസേഴ്സ് അവരുടെ സ്വകാര്യമായിട്ടുള്ള ട്രേഡ് ഉണ്ട്, പ്രൈവറ്റ് ട്രേഡ് ഉണ്ട്. ആ പ്രൈവറ്റ് ട്രേഡിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു മിസ്യൂസ് ആണ്. അവര് ടാക്സ് അടക്കേണ്ടതാണ്. അപ്പൊ ഗവൺമെന്റിന് ശരിക്കും കുറെ പൈസയാണ് നഷ്ടപ്പെടുന്നത്. അപ്പം അതൊരു റീസൺ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ദസ്തക് മിസ്യൂസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒരു മേജർ റീസൺ ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെയോ, പിന്നെ സിറാജിന്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹം എനർജറ്റിക് ആണ്, യങ് ആണ്, ചെറുപ്പക്കാരല്ലേ, അപ്പൊ കുറച്ച് ചുറുചുറുക്ക് കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് പുള്ളിക്ക്. വേറെ എന്തൊക്കെയാ കാരണം? പിന്നെ ബ്രിട്ടീഷുകാരുടെ പെർസ്പെക്റ്റീവ് എന്ന് ചിന്തിച്ച സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നമാണ്, ഗുണമാണ് പ്ലാസി കോൺസ്പിറസി. പ്ലാസി കോൺസ്പിറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിറാജ് ദൗള അധികാരത്തിൽ വന്ന സമയത്ത് ആ അധികാരം കൊടുത്തത് ഇഷ്ടപ്പെടാത്ത കുറെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ ചേർന്നു. അതൊരു വലിയ ഇഷ്യൂ ആണ്. അവരല്ലാതെ വേറെയും കുറെ ആളുകൾ ചേർന്നു. പിന്നെ വേറൊരു ഇഷ്യൂ, ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ സിറാജിനോട് ഡിസ്കണ്ടന്റഡ് ആയിട്ടുള്ള വേറെയും ആളുകളുണ്ട്. ആരാ? ജഗത് സേത്തിന്റെ ഫാമിലി. മോഡിനെ ഇഷ്ടപ്പെടാത്ത അദാനിനെ പോലെ. അദാനി പ്രശ്നമില്ല കേട്ടോ, പക്ഷെ പ്രശ്നം ഉണ്ടെങ്കിലോ, കോൺഗ്രസിന് ഇഷ്ടപ്പെടാത്ത അംബാനിനെ പോലെ. ഇപ്പൊ BJPക്ക് ഫണ്ട് ചെയ്യില്ലേ, അതുപോലെ ഇവരായിട്ട് പ്രശ്നം അവർക്കുണ്ട്. അപ്പൊ അവര് പോയിട്ട് ബ്രിട്ടീഷുകാരോട് ചേർന്നു. ഇതെല്ലാമാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒന്ന് എഴുതിയെടുത്തേ. ബ്രിട്ടീഷുകാരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ സാധനങ്ങൾ, സിറാജിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ സാധനങ്ങൾ. മൊത്തം 6 7 8 പോയിന്റ്. ബ്ലാക്ക് ഹോൾ ട്രാജഡി അതുണ്ടടാ, പക്ഷെ അത് ഓൾറെഡി അറ്റാക്ക് തുടങ്ങി. ബാറ്റിൽ ഓഫ് പ്ലാസയ്ക്ക് മുന്നേ നടന്ന സംഭവമാണത്. പക്ഷെ അത് ഇവര് പറഞ്ഞൊരു കാരണമാണ്, ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു കാരണമാണ്, ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നത് ബ്ലാക്ക് ഹോൾ ട്രാജഡി ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ ബ്ലാക്ക് ഹോൾ ട്രാജഡിയിൽ ഈ പറയുന്ന പോലെ കുറെ ആളുകൾ മരിക്കുന്നൊന്നുമില്ല, അതിനൊക്കെ ഒഴിവാക്കി വിടാവുന്നതേ ഉള്ളൂ. അതിനൊരു വലിയ സംഭവമായിട്ട് കാണിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവരാണെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി പറയാൻ പറ്റുന്ന കാരണങ്ങൾ, രണ്ട് സൈഡിലുള്ള കാരണങ്ങളായിട്ട് പറയാൻ പറ്റുന്നത്. അർജന്റീന പെനാൽറ്റിയിലാണെങ്കിലും ജയിച്ചു. ക്വാർട്ടർ രാവിലെ ബാത്റൂമിൽ പോയിരിക്കുന്ന സമയത്ത് ഫോൺ എടുത്തപ്പോഴാ മനസ്സിലായത്, ഒയ്യോ പെനാൽറ്റി. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ഞാൻ വേറെന്തോ ആവശ്യത്തിന് വന്നതെന്ന്. പെനാൽറ്റി നോക്കിക്കൊണ്ടിരിക്കുക അതിന്റെ ഉള്ളിൽ ആര് ജയിക്കും എന്നുള്ളത്, ടെൻഷനായിട്ട് വയ്യായിരുന്നു. അപ്പം ഇതിങ്ങനെ വിചാരിച്ചാൽ മതി. ഇനി ഇമ്പാക്ട്, ഇതിന്റെ ഇമ്പാക്ട് എന്താ? നമ്മൾ ഇതിന്റെ ഇമ്പാക്റ്റിനെ എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യണം. ഇതൊരു മേജർ ഇവന്റ് ആണ്, വലിയൊരു മേജർ ഇവന്റ് ആണ്. ഇതുവരെ ചോദ്യം വന്നിട്ടൊന്നുമില്ല ഈ ഭാഗത്തുനിന്ന്. പക്ഷെ ഇത്രയും വലിയൊരു മേജർ ഇവന്റ് നടന്നിട്ട് അത് അനാവശ്യമായിട്ട് ചിലപ്പോൾ അതിന്റെ ഇമ്പാക്ട് പറയാറുണ്ട്, അതായത് എന്തോ വലിയ സംഭവമാണെന്നുള്ളത്. ശരിക്കും അത്ര വലിയ സംഭവം ആകണമെന്നില്ല. ചിലപ്പോൾ സംഭവം ആകാം. രണ്ട് രൂപത്തിൽ നിങ്ങൾ പറയണം, ഏതൊക്കെ രൂപത്തിലാണ് ഇതൊരു മേജർ സംഭവം ആകുന്നത്, ഇതൊരു ബിഗ് ആയിട്ടുള്ള സംഭവം ആകുന്നത് ഏത് രൂപത്തിലാണ്, ഇതൊരു സ്മോൾ ആണ് വലിയ സംഭവം അല്ലെന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്. രണ്ടും പറയണം. അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. നമ്മൾ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആദ്യം പറയാം. ഒന്ന്, ഫസ്റ്റ് മേജർ വാർ വോൺ. ആദ്യത്തെ മേജർ വാർ ഇന്ത്യയിൽ ജയിച്ചു അഗെയിൻസ്റ്റ് ആൻ ഇന്ത്യൻ പവർ. അവിടെ സ്മോൾ ആയിട്ട് എഴുതാം. സ്മോള് ഇതിന് തന്നെ ഓപ്പോസ് ചെയ്ത് വേറൊരു പോയിന്റ് എഴുതാം. ആംഗ്ലോ ഫ്രഞ്ച് വാർ ഉണ്ടല്ലോ, ഇതിന്റെ മുന്നേ നടന്ന അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ നടന്ന ആംഗ്ലോ ഫ്രഞ്ച് വാർ, അത് ഇതിനേക്കാളും മേജർ ഇവന്റ് ആയിരുന്നു എന്ന് പറയാം.
ഈ കുഞ്ഞു വര വരച്ചിട്ട് വലിയ വരയെ ചെറുതാക്കുന്നത് പോലെ അങ്ങനെ ചെയ്യാമല്ലോ. ഇപ്പം ഈ വര വലുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വര വരച്ചാൽ മതി. അപ്പൊ ഇത് ചെറുതും ഇത് വലുതും ആയില്ലേ. അതേപോലെ ഇതിന് നമ്മൾ മേജർ വാർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാണ്, പക്ഷെ അതിനേക്കാളും മേജർ വാർ ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന് അത്ര റിലവൻസ് ഇല്ല എന്ന് പറയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ആംഗ്ലോ ഫ്രഞ്ച് വാറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവന്റ് ഏതാ? ഏറ്റവും അവസാനത്തെ യുദ്ധം ഏതാ ആംഗ്ലോ ഫ്രഞ്ച് വാറായിട്ട് ബന്ധപ്പെട്ടിട്ട്? മൂന്ന് ആംഗ്ലോ ഫ്രഞ്ച് വാർ ഉണ്ടായി. മൂന്നാമത്തെ ആംഗ്ലോ ഫ്രഞ്ച് വാർ തുടങ്ങുന്നത് 1756-ലാണ്. ആ 1756 തുടങ്ങുന്ന തേർഡ് ആംഗ്ലോ ഫ്രഞ്ച് വാറിന്റെ ഏറ്റവും അവസാനത്തെ മേജർ യുദ്ധത്തിന്റെ പേരെന്താ? ബാറ്റിൽ ഓഫ് വാണ്ടി വാഷ്, 1760. ഇപ്പൊ 1760 നടന്ന ബാറ്റിൽ ഓഫ് വാണ്ടി വാഷ് ജയിക്കാനായിട്ട് പ്ലാസി ജയിച്ചത് ഹെൽപ്ഫുൾ ആയി. കാര്യം പ്ലാസി ജയിക്കുന്നതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് കുറെ പൈസ കിട്ടി. ബംഗാൾ എന്ന് പറയുന്ന ഒരു വലിയ സാധനത്തിന് ഇവർക്ക് കിട്ടി. അപ്പൊ അതിൽ നിന്നുള്ള പൈസ കിട്ടിയതോട് കൂടിയിട്ട് ഈ യുദ്ധം ജയിക്കാനായിട്ട് ഭയങ്കര എളുപ്പമായി. നമ്മൾ കണക്ട് ചെയ്ത് വേണം കേട്ടോ പഠിക്കാൻ. ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ ഒരിക്കലും ഐസൊലേറ്റഡ് ഇവന്റ് അല്ല. ആ സമയത്ത് നടന്നേക്കുന്ന വേറെ ഇവന്റുകളായിട്ടുള്ള ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നോക്കണം. ഫസ്റ്റ് മേജർ വാർ വോൺ, പിന്നെ 1760 വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നുണ്ട്. പിന്നെ എന്ത് പറയാം, ഒരു മേജർ സംഭവമായിട്ട് വേറൊരു കാര്യം പറയാവുന്നത്, ബ്രിട്ടീഷുകാർക്ക് ഇൻഡയറക്റ്റ് കൺട്രോൾ കിട്ടി. ഇൻഡയറക്റ്റ് കൺട്രോൾ ഓവർ ബംഗാൾ. ബംഗാളിലോട്ട് ഇൻഡയറക്റ്റ് കൺട്രോൾ കിട്ടി. ഇൻഡയറക്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോഴേക്കും ഏത് രൂപത്തിലാ ബംഗാളിൽ ഇവർക്ക് കൺട്രോൾ കിട്ടുന്നത്? ബ്രിട്ടീഷുകാര് ബംഗാളിന്റെ റൂളറായി മാറിയോ? ഇല്ല. ബ്രിട്ടീഷുകാര് ശരിക്കും ഇത്രയേ ഉള്ളൂ, റൂളറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതായത് ബംഗാളിന്റെ നവാബ് എന്തായി? പുതിയ നവാബിന്റെ പേരാണ് മിർജാഫർ. ഈ മിർജാഫർ എന്ന് പറയുന്ന പുതിയ നവാബ് ബ്രിട്ടീഷുകാരുടെ പപ്പറ്റായി മാറി, കളിപ്പാവയായി മാറി. അതാണ് മേജറായിട്ട് നടക്കുന്ന ഒരു കാര്യം. പിന്നെ അവർക്ക് കിട്ടിയത് ഇതാണ് പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കലി ഇത് കിട്ടി. പിന്നെ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുന്നത് എക്കണോമിക് ആണ്. എക്കണോമിക്കലി എന്ത് സംഭവിച്ചു?
അമൃത IAS അക്കാദമി.